നമ്മൾ ഈ വടക്കൻ പാട്ടിലെ കഥകളിൽ ആരെങ്കിലും ഗുരുക്കളെ എന്ന് വിളിക്കൂ? പിന്നെ എന്തിനാണ് ഇന്ന് കളരി പഠിപ്പിക്കുന്നവരെ ഗുരുക്കളെ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് തച്ചോളി ഓതേനെ ഗുരുക്കളെന്ന് വിളിക്കാത്തത്? ഉണ്ണിയാർച്ചയെ ഗുരുക്കളെന്ന് വിളിക്കത്തില്ലല്ലോ. ഒരു ചേകവരാണ്. അതായത് പെയ്ഡ് സോൾജേഴ്സ്, കാശ് കൊടുത്താൽ എന്തും വെട്ടാനും കുത്താനും പോകുന്ന, തീർച്ചയായിട്ടും ഇന്നത്തെ ഗുണ്ടകളാണ്. ഉറപ്പ്. ഈ വിദ്യയൊക്കെ നശിപ്പിച്ച ഒരു വിദ്വാനാണ് ഈ തച്ചോളി ഓതേൻ. വീണ്ടും അടുത്തതാണല്ലോ. എങ്ങനെയാണെന്ന് സ്ഥാപിച്ചിട്ട് ഞാൻ എഴുന്നേക്കും. അതിന് കാരണക്കാരായിരുന്നത് അന്നത്തെ ബ്രാഹ്മണരാണ്. ഓതേനെ ഇതിന് പ്രേരിപ്പിച്ചത് അന്നത്തെ ചിറക്കൽ രാജവംശം. പല രാജവംശങ്ങളുടെയും പേര് കേട്ടിട്ടുണ്ട്. കട്ടൻ എന്നൊരു രാജവംശത്തിന്റെ ചരിത്രം കേട്ടിട്ടുണ്ട്. ഈ കട്ടൻ രാജവംശം, കടത്തനാടിന്റെ യഥാർത്ഥ അവകാശിയായിട്ടുള്ള ആ രാജവംശം വീണ്ടും വരരുത്. ഈ തീയ സമുദായം എന്നൊക്കെ പറയുന്നത് എത്ര വലിയ ചരിത്രവും പാരമ്പര്യവും ഉള്ളവരാണെന്ന് തീയന്മാർ. ദക്ഷിണ കേരളത്തിലെ ഈഴവരും അവിടുത്തെ തീയന്മാരും ഒന്നാണോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു ചരിത്ര വസ്തുതയാണ്. ഒരു നല്ല മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കാൻ, ഒരു യോഗിയെ രൂപപ്പെടുത്തിയെടുക്കാൻ സഹായിക്കുന്നതാണ് ഈ അടിസ്ഥാനമായ അഭ്യാസം. ഒരു പോരാളിയെ അല്ല. കളരിയുടെ ലക്ഷ്യം അതാണ്. കളരിയുടെ ലക്ഷ്യം അതാണ്. കീർത്തികുമാർ ഗുരുക്കൾ ABC ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. നമസ്കാരം. അതായത് താങ്കൾ മുൻപ് വന്നപ്പോൾ വലിയൊരു ചലഞ്ച് ഞങ്ങളുടെ മുൻപിലേക്ക് എടുത്തു വെച്ചിട്ടാണ് പോയത്. അതായത് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ, നമ്മൾ വളരെ അഭിമാനബോധത്തോടു കൂടി തലയിൽ ഒരു കിരീടം പോലെ കൊണ്ടു നടക്കുന്ന ഒന്നാണ് കളരി. കളരി എവിടെയോ നമ്മുടേതാണ്. ലോകത്ത് മാർഷൽ ആർട്സിൻ്റെയൊക്കെ ബാക്ക് ബോണാണ്, അല്ലെങ്കിൽ മാർഷൽ ആർട്സിൻ്റെയൊക്കെ പിതാവാണ്, മുതുമുത്തച്ഛനാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ കളരിയെ കണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് താങ്കൾ കളരിയെ പറ്റിയുള്ള താങ്കളുടെ ധാരണ വല്ലാതെ ABC-യിലൂടെ പ്രേക്ഷകരോട് പറയുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫോൺ കോളുകൾ വരികയും അത് ഒരുപാടിടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു സന്ദർഭം ഉണ്ടായി. ഇന്നിപ്പോൾ എന്തിനാണ് അങ്ങേ നമ്മൾ വിളിച്ചു വരുത്തി ഇവിടെ ഇരുത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അതിലൊരുപാട് കാര്യങ്ങൾക്ക് അതിനകത്തൊരു പ്രൊപ്പഗണ്ട ഉണ്ടായിരുന്നു, അതല്ല അങ്ങേക്ക് വ്യക്തത ഉണ്ടായിരുന്നു, അതോ അങ്ങയുടെ ഒരു താല്പര്യം അങ്ങ് വിളിച്ചു പറഞ്ഞതാണോ എന്നുള്ളത്, അതിൽ സത്യവും മിഥ്യയും എന്താണ്, അതിനെ എങ്ങനെ കാണാം എന്നുള്ള ഒരു ചർച്ചയുടെ ആവശ്യം വളരെ അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞത് 8 പോയിന്റുകൾ എൻ്റെ മുൻപിൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു. ആ 8ഉം സത്യമാണ്. ഒന്ന്, കളരിപ്പയറ്റ് എന്ന പേര് പോലും വ്യാജമാണ്. ഇതാണ് ഞാൻ അന്ന് ഉപയോഗിച്ച വാക്ക്. അല്ല, ഇത് പക്ഷേ ഒരു സാധാരണ കളരി സ്നേഹിക്ക് ഇത് കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അതിന് കാരണം പറഞ്ഞ് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം. തീർച്ചയായിട്ടും ഈ പേര് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം അഭ്യാസത്തിൻ്റെയും വാൾപ്പയറ്റിൻ്റെയും ഒക്കെയാണ്. ഞാൻ ഈ പേരിനെ ആണ് ചലഞ്ച് ചെയ്യുന്നത്. കളരിപ്പയറ്റ് എന്നുള്ള പേര് 20-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് രൂപപ്പെട്ടത്. കളരി എന്നുള്ള വാക്ക്, പയറ്റ് എന്നുള്ള വാക്ക്, ഇത് രണ്ടും നിലനിൽപ്പുണ്ടായിരുന്നു. ഇതിനെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാക്കായിട്ട് ഒരു കായിക അഭ്യാസത്തിന് ഇങ്ങനൊരു പേര് പ്രാചീന കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇതിന് റെഫറൻസ് ഉണ്ട്. ഈ പേര് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. കളരിപ്പയറ്റ് എന്ന വാക്ക് അദ്ദേഹത്തിന്റെ അമ്പ എന്നൊരു നാടകമുണ്ട്. അദ്ദേഹം 2 നാടകം എഴുതിയിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. അമ്പ എന്ന നാടകത്തിനകത്താണ് ആദ്യമായിട്ട് കളരിപ്പയറ്റ് എന്നൊരു വാക്ക് വരുന്നത്. ഇത് പറഞ്ഞത് കളരിപ്പയറ്റിനെ കുറിച്ച് ഏറ്റവും ആധികാരികമായ പഠനം നടത്തിയ ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു അമേരിക്കൻ നരവംശ ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഞാൻ ജനിക്കുന്നതിന് മുമ്പേ കേരളത്തിൽ വന്ന ആളാണ്. 1970 കേരളത്തിൽ വന്ന് ഗോവിന്ദൻകുട്ടി നായർ എന്ന തിരുവനന്തപുരത്തെ ഒരു അതികായനായ ഗുരു, അദ്ദേഹം വടക്കൻ കേരളത്തിന്റെ ശൈലിയിൽ പയറ്റ് അഭ്യസിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് താമസിച്ച് പഠിച്ച് കേരളം മുഴുവൻ യാത്ര ചെയ്ത് ഓരോ ആശാന്മാരെ നേരിൽ കണ്ട് അദ്ദേഹം നടത്തിയ ഗംഭീരമായ പഠനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, മെയ് കണ്ണാകുമ്പോൾ. ഈ പുസ്തകത്തിൽ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾക്കൊക്കെ റെഫറൻസ് ഉണ്ട്. 1970 ശേഷം എഴുതിയ, അല്ലെങ്കിൽ 70 ശേഷമുള്ള, അതായത് ഈ ഗോവിന്ദൻകുട്ടി നായർ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ ബുക്കാണോ? അല്ലല്ല, ഈ ഫിലിപ്പ് ബി സെർലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
അദ്ദേഹം പെട്ടെന്ന് എളുപ്പത്തിൽ ഫിലിപ്പ് എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹം അമേരിക്കൻ നരവംശ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ നല്ല പ്രായത്തിലൂടെ വന്ന് അദ്ദേഹത്തിന് ഏകദേശം ഒരു 28 വയസ്സുള്ളപ്പോൾ കേരളത്തിൽ വന്ന് കളരി ചുമ്മാ അതൊരു പുസ്തകം എഴുതിയിട്ട് പോയതല്ല, ഈ പയറ്റ് അഭ്യസിച്ച് മലയാളത്തിലാണോ എഴുതിയത്? ഇംഗ്ലീഷിൽ. അത് ഇപ്പോഴും കിട്ടാനുണ്ടോ? അതിന്റെ മലയാള പരിഭാഷയാണ് മെയ് കണ്ണാകും. മലയാള പരിഭാഷ ഇതിനില്ല. എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ആ പേരിന്റെ വിവർത്തനമാണ് മെയ് കണ്ണാകുമ്പോൾ എന്നുള്ള അദ്ദേഹത്തിന്റെ പുസ്തകം. അപ്പൊ അതിനകത്ത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ കളരിപ്പയറ്റ് എന്നുള്ള വാക്ക്, കളരി എന്നുള്ള വാക്കും പ്രചാരത്തിലുണ്ടായിരുന്നു, പയറ്റ് എന്ന വാക്കും പ്രചാരത്തിലുണ്ടായിരുന്നു. ഇത് യോജിപ്പിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ്. അതിന്റെ ആദ്യത്തെ കളരിപ്പയറ്റിന്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ ആദ്യത്തെ അധ്യായത്തിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. അടുത്തത്, ഇത് കളരിപ്പയറ്റിന്റെ ഉദ്ദേശം എന്താണ്? കളരിപ്പയറ്റ് എന്ന് ഇന്ന് അറിയപ്പെടുന്ന ഈ പ്രാചീന കലയുടെ ഉദ്ദേശം എന്താണ്? ഇതിന്റെ ഉദ്ദേശം, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാക്കാണ് മിക്സഡ് മാർഷൽ ആർട്സുകാരുമായിട്ട് ഇടിക്കാൻ പോകാൻ പറ്റും. ഇന്ന് നമ്മൾ നോക്കിയാൽ നല്ല ആശാന്മാര്, ധാരാളം നല്ല ഗുരുക്കന്മാര് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആശാന്മാര് കേരളത്തിലുണ്ട്. പക്ഷെ പല സ്ഥലങ്ങളിലും നടക്കുന്നത് ഇത്തിരി കുങ്ഫു, ഇത്തിരി ബോക്സിങ്, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് കളരിയുടെ പേരിൽ പഠിപ്പിക്കും. ഇങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പം കുങ്ഫു വളരെ നല്ലൊരു കായിക വിദ്യയാണ്, കരാട്ടെ വളരെ നല്ലതാണ്, നമ്മുടെ പയറ്റുമുറകളും വളരെ നല്ലതാണ്. പക്ഷേ ഇതിനെ എല്ലാത്തിനെയും കൂടെ കൊണ്ടുവന്ന് ആനയെ കെട്ടുന്ന ചങ്ങല കൊണ്ട് പട്ടിയെ കെട്ടാൻ ശ്രമിക്കുന്ന ഒരു ശ്രമം എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ പശ്ചാത്തലത്തിലാണ് ഞാൻ പറഞ്ഞത്, കളരി പഠിക്കുന്നവർ അതിന്റെ ഉദ്ദേശം ഈ ഫൈറ്റിംഗ് അല്ല. അതെ, അവിടെയാണ് ഇതിന്റെ ഉദ്ദേശം ഈ മറ്റൊരാളോട് പൊരുതുകയല്ല. എന്താണ് ഇതിന്റെ ഉദ്ദേശമെന്ന് ഈ സായിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, ഞാൻ അതിനൊന്ന് ഇടയ്ക്ക് ഇടപെട്ടോട്ടെ. അതായത് അങ്ങ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, അന്ന് പറഞ്ഞ ഒരു MMA മിക്സ്ഡ് മാർഷൽ ആർട്സ് ചെയ്യുന്ന ഒരാളും ഒരു കളരി വിദഗ്ധനും തമ്മിൽ മത്സരിച്ചാൽ കളരി വിദഗ്ധൻ ചിലപ്പോൾ തോറ്റുപോകും എന്ന് അങ്ങ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ലക്ഷ്യം വെച്ചിരുന്നത്, അല്ലെങ്കിൽ അങ്ങ് ഉദ്ദേശിച്ചത് കളരി എന്ന് പറയുന്ന കല അല്ലെങ്കിൽ ആയോധന കല ഉദ്ദേശിക്കുന്നത് മറ്റൊരാളുമായി ഫൈറ്റ് ചെയ്യുകയോ മറ്റൊരാളുമായി പോരാടുകയോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് കളരി എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഉള്ളിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു തപസ്യയാണെന്നുള്ളത് അങ്ങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ ഈ ഉദാഹരണം വല്ലാതെ പ്രേക്ഷകരിലേക്ക് മിസ്ലീഡ് ചെയ്യപ്പെട്ട ഒരു ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇന്റർവ്യൂ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ചാറ്റ് ഷോ ആയിരുന്നു. അതെ അതെ, അതാണ് അതിന്റെ ക്ലാരിറ്റിയാണ് ഇപ്പം അങ്ങ് കൃത്യമായി കൊടുക്കുന്നത്. ഇതിനൊരു ദാർശനിക തലമുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ റെഫറൻസ് ചോദിച്ചാൽ ഞാൻ വീണ്ടും ഈ സായിപ്പിനെ ഉദാഹരിക്കുന്നു. കാരണം അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പഠിച്ചത്. അദ്ദേഹം ഒരു പാശ്ചാത്യനായിരുന്നു എന്നുള്ളതും അല്ല, അദ്ദേഹം ഒരു നരവംശ ശാസ്ത്രജ്ഞനാണ്. മനുഷ്യന്റെ ഗോത്രവും ഗോത്ര രീതികളെക്കുറിച്ചും പഠിച്ച് ആ ഓരോ ഗോത്രങ്ങളും എങ്ങനെയാണ് സ്വതന്ത്രമായിട്ട് അവരുടെ ആത്മാവിഷ്കാരം നടത്തിയിരുന്നത് എന്നുള്ള പഠനം നടത്തിയിരുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഒരു സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൻ്റെ പേര് തന്നെ മെയ്യ് കണ്ണാകുമ്പോൾ, പുസ്തകത്തിൻ്റെ പേര് തന്നെയാണ്. അതിനകത്ത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ കളരിപ്പയറ്റ് പഠിക്കുന്നത് ശരീരത്തിനെ ഒരു പ്രത്യേക രീതിയിൽ പാകപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. 96 ദൃഷ്ടമായതും 12 അദൃഷ്ടമായതുമായ 108 തത്വങ്ങൾ ചേർന്നിട്ടാണ് ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടായിരിക്കുന്നത്. ഈ 108 മർമ്മങ്ങളുടെ പുറകിലൊക്കെ ഈ തത്വമുണ്ട്. അതിൽ തന്നെ ഈ 96 തത്വങ്ങളെയും വിളക്കി തെളിച്ചെടുക്കാൻ വേണ്ടുന്ന അഭ്യാസമാണ്. ഈ 96 തത്വങ്ങളെ വിളക്കി തെളിയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ മസ്തിഷ്കത്തിന്റെ എല്ലാവരുടെയും മസ്തിഷ്കത്തിന് 100% ശേഷിയുണ്ട്. പക്ഷെ അതിനെ എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു നല്ല മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കാൻ, ഒരു യോഗിയെ രൂപപ്പെടുത്തിയെടുക്കാൻ സഹായിക്കുന്നതാണ് ഈ അടിസ്ഥാനമായ അഭ്യാസം. ഒരു പോരാളിയെ അല്ല.
അല്ല, കളരിയുടെ ലക്ഷ്യം അതാണ്. കളരിയുടെ ലക്ഷ്യം അതാണ്. ഇതിൻ്റെ ചരിത്രം, ഇതിൻ്റെ ഉത്ഭവം അവിടുന്നാണ് തുടങ്ങുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് ഇപ്പം നമ്മളിപ്പോൾ രണ്ടാമത്തെ പോയിന്റിലെത്തി. അപ്പോൾ ഇതിനകത്ത് അങ്ങ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നാൽ കളരിയെ ഒരു ആയോധന കലയായി, അല്ലെങ്കിൽ പയറ്റ് കളരിയായി, അല്ലെങ്കിൽ കളരി ഒരു പ്രതിരോധത്തിൻ്റെ, മറ്റുള്ള വ്യക്തിയുമായി മറ്റൊരു സമൂഹവുമായി ഒക്കെ ഒരു പ്രതിരോധത്തിൻ്റെ കലയായി ആരോ ഡൈവേർട്ട് ചെയ്ത് വിട്ടു എന്നുള്ളൊരു ധ്വനി ഇതിനകത്തുണ്ട്. അത് അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ലക്ഷ്യം? അങ്ങനെയല്ല. അപ്പൊ നമ്മൾ കേട്ടിട്ടുള്ള ചേകവന്മാര്, യുദ്ധം ചെയ്യുന്നവര്, ഇവരൊക്കെ കളരിക്കാരെന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്? അതെ അതെ. നമുക്ക് നിലനിൽക്കാൻ ചിലപ്പോൾ ആയുധമെടുക്കേണ്ടി വരും. പ്രതിരോധം ഒരിക്കലും അപരാധമല്ല. നിലനിൽക്കാൻ മനുഷ്യന് ഏതു തരത്തിലുള്ള ആയുധവും എടുക്കേണ്ടി വരും. അതിന്ന് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ. ചിലപ്പം പണിയായുധങ്ങളായിരിക്കും എടുക്കുന്നത്, ചിലപ്പോൾ മറ്റ് വാള് പോലുള്ള ആയുധങ്ങൾ മനുഷ്യന് എടുക്കേണ്ടി വരും. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പുറപ്പാക്കാൻ ചില സമയത്ത് പൊരുതുകയും ചെയ്യേണ്ടി വന്നേക്കാം. കാരണം ഇരുമ്പ് കണ്ടുപിടിക്കുന്നത് ഈ ഇരുമ്പൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള കാലത്തെ ഈ കാര്യങ്ങളുണ്ട്. ഇരുമ്പ് എന്ന് പറയുന്ന ആ ലോഹം വരുന്നതിന് മുമ്പേ ഈ അഭ്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ പ്രാചീനമായ കാലഘട്ടത്തിലേക്ക് പോയാലേ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണെന്നുള്ള ഞാൻ 2 സംഭവങ്ങളിലൂടെ പറയാം. ഈ കുഴിക്കളരിയാണ് പലരെയും വേദനിപ്പിച്ച ഒരു കാര്യം. ഞാൻ ഇപ്പോഴും അതിൽ ഉറപ്പിച്ചു നിൽക്കുകയാണ്. ഞാൻ പലരോടും അത് ചോദിച്ചു. വടക്കൻ പാട്ടിൽ എവിടെയെങ്കിലും കുഴിക്കളരിക്ക് റെഫറൻസ് ഉണ്ടോ? ഇല്ല. എന്തിനാണ് ഈ കുഴിക്കളരി? ആ കുഴിക്കളരി ദൂരെ നിന്ന് വരുന്ന ഒരു വെടിയുണ്ട, അതിനെ ഭയന്ന് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അല്പം ചരിത്രത്തിലേക്ക് പോയാലേ മനസ്സിലാകും. എന്നാൽ യഥാർത്ഥ വസ്തുതയിൽ നിന്ന് വഴിമാറിപ്പോകാൻ ഈ കുഴി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിൻ്റെ മഹത്വം വേറെയാണ്. ഈ കുഴിക്കകത്തൊന്നും അല്ല ഇതിൻ്റെ മഹത്വം ഇരിക്കുന്നത്. മലബാറിൻ്റെ ചരിത്രം ലോകത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ അന്വേഷിച്ചാൽ അറിയാം. ഇന്ന് നമ്മൾ അമേരിക്കയിൽ പോകാൻ ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നത് പോലെ, ഒരു കാലത്ത് ലോകം കുടിയേറാൻ ആഗ്രഹിച്ച, ലോകം അന്വേഷിച്ചു വന്ന വാസ്കോഡഗാമ വഴിയും മറ്റ് പല യാത്രികർ വഴിയും അന്വേഷിച്ചു വന്ന ഒരു സുവർണ ഭൂമിയാണ് മലബാർ. അതേപോലെ മറ്റൊരു സുവർണ ഭൂമിയാണ് കൊല്ലം, കായംകുളം. ഇതൊക്കെ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. ഇതൊരു ഏത് നൂറ്റാണ്ടിലെ കാര്യമാണ് ഇപ്പൊ സംസാരിക്കുന്നത്? ഇത് ഇപ്പോ ഇവരൊക്കെ കൂടി വന്നത് 16-ാം നൂറ്റാണ്ട് ആ കാലഘട്ടത്തിലാണ്. ഞാൻ അതിന്റെ പുറകിലേക്ക് പോവുകയാണ്. BC കാലഘട്ടത്തിലും പൗരാണികമായ റോമൻകാര്, ഗ്രീക്കുകാര്, ഈ ഡച്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും ഒക്കെ മുമ്പേ ഇവരൊക്കെ മലബാറിലേക്ക് വരുമായിരുന്നു. മലബാറിന്റെ സംസ്കാരം അന്വേഷിച്ച് അവർ വരുമായിരുന്നു. അപ്പൊ ഈ മലബാറിൽ എന്താണ് ഇതിനകത്ത് ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള, അതിലേക്ക് പോകുന്നത് അപ്പൊ കുരുമുളക് അന്വേഷിച്ച് മാത്രമല്ല, വിദ്യ അന്വേഷിച്ച് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഏഴിമലയിൽ നിലനിന്നിരുന്ന ഒരു പ്രാചീന വിദ്യാകേന്ദ്രത്തിന്റെ റെഫറൻസുകളുണ്ട്. മൂഷിക വംശത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിലുള്ള റെഫറൻസുകളുണ്ട്. വിദ്യ അന്വേഷിച്ച് വരുമായിരുന്നു. ഇത് അവിടെ മാത്രമല്ല, നമ്മുടെ തൃക്കുന്നൂപ്പുഴയിൽ 40ഓളം രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ വന്ന് താമസിച്ച് പഠിച്ച ഒരു വലിയ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. ശ്രീമൂലവാസം എന്നായിരുന്നു അതിൻ്റെ പേര്. ഇവിടെ ആലപ്പുഴ തൃക്കുന്നൂപ്പുഴ. ഈ ഇന്നത്തെ ശാസ്ത്ര ക്ഷേത്രത്തിന്റെ പുറകിലായിട്ട് വളരെ അവിടുത്തെ ഒരു പ്രധാന ആചാര്യന്റെ വാസസ്ഥലമായിരുന്നു ഇന്നത്തെ പ്രശസ്തമായ ഒരു കാവും തീർത്ഥാടന കേന്ദ്രവുമായിട്ടുള്ള ഒരു സ്ഥലം. ഭഗദന്ത നാഗാർജുനന്റെ സമാധിയാണ് എന്ന് വിശ്വസിക്കുന്ന സ്ഥലം. ഞാൻ ആരെയും മുറിവേൽപ്പിക്കാതിരിക്കാനായിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് നേരിട്ട് പറയുന്നില്ല. പക്ഷേ അതിനടുത്തുള്ള ഒരു വളരെ പവിത്രമായ ഒരു സ്ഥലമാണ് അത്. അവിടെ ഭഗദന്ത നാഗാർജുൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പൊ ഈ മലബാറിലേക്ക് വന്നാൽ ആരായിരുന്നു മലബാറിലെ ഈ കോലത്തിരി? ഈ പേരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്.
അപ്പൊ ഈ ഇടയിൽ ഒരു ചോദ്യം കൂടെ, അപ്പൊ ഇതിനൊക്കെ ശേഷമാണോ തിരുവിതാംകൂർ പ്രൗഢിയിലേക്ക് എത്തിയത്? അതെ അതെ അതെ, തിരുവിതാംകൂറിന് എത്ര വർഷത്തെ ചരിത്രമുണ്ട്? ഈ തിരുവിതാംകൂറിന് ഏകദേശം ഒരു 10-250 വർഷത്തെ ചരിത്രമല്ലേ ഉള്ളൂ. അതിനൊക്കെ മുമ്പുള്ള പ്രൗഢിയും ഗരിമയുമുള്ള എത്രയോ രാജാക്കന്മാർ ഇവിടെ ഭരിച്ചിരുന്നു. ഭാസ്കര രവിവർമ്മന്റെ ഒക്കെ തെക്കൻ കേരളത്തിലെ ചരിത്രം, വേണാടിനൊക്കെ മുമ്പേ ഉള്ള ഈ ശ്രാമ്പിക്കൽ ഓടനാടിന്റെ ഒക്കെ ചരിത്രം. നമുക്കിവിടെ വിഷയം മലബാർ ആയതുകൊണ്ട് ഞാൻ മലബാറിന്റെ ചരിത്രത്തിലേക്ക് വരാം. നമ്മളെ പഠിപ്പിക്കുന്ന കേൾക്കുന്ന ചരിത്രത്തിന്റെ അപ്പുറത്തേക്ക് മനോഹരമായ ചരിത്രങ്ങളും കാലഘട്ടങ്ങളും ഉണ്ടായിരുന്നു. ഏതാണ്ട് BC കാലഘട്ടത്തിൽ, യേശുക്രിസ്തുവിന് മുമ്പ്, ഈ കടത്തനാട് എന്ന് പറയുന്ന സ്ഥലം, കണ്ണൂര്, ഇതിനൊക്കെ ചില വളരെ ഭാരതത്തിന്റെ ആധ്യാത്മിക പശ്ചാത്തലത്തിൽ വളരെ പ്രത്യേകതകളുള്ള സ്ഥലമാണിത്. അവിടെ ഒന്നും സംഭവിച്ചിരിക്കുന്നത് യാദൃച്ഛികമല്ല. അവിടെ വിരിഞ്ഞ നിരവധി പുഷ്പങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ പയറ്റ്. അവിടെ വിരിഞ്ഞിരിക്കുന്ന ലോകോത്തര നിലവാരമുള്ള വിവിധ പുഷ്പങ്ങളിൽ ഒന്നാണ് ഈ കളരിപ്പയറ്റ്. കളരിപ്പയറ്റ് എന്ന് ഇന്ന് നമ്മൾ വിളിക്കുന്ന വിദ്യ. ഇതിന്റെ ചരിത്രം ഇങ്ങനെയാണ്. നമ്മൾ മറച്ചു വെക്കപ്പെട്ട ഒരു ചരിത്രമായിരിക്കാം ഒരു പക്ഷേ. പല രാജവംശങ്ങളുടെയും പേര് കേട്ടിട്ടുണ്ട്. കട്ടൻ എന്നൊരു രാജവംശത്തിന്റെ ചരിത്രം കേട്ടിട്ടുണ്ടോ? കട്ടൻ ഒരു രാജവംശത്തിന്റെ പേരാണ്. കടത്തനാട് ഭരിച്ചിരുന്ന കട്ടൻ എന്ന് പറഞ്ഞൊരു രാജവംശമുണ്ട്. കാലഘട്ടത്തിൽ? ഇത് BC-യിലാണ്. റെഫറൻസ് ആവശ്യമുണ്ടെങ്കിൽ പുറകെ തരാം. കോരപ്പുഴയ്ക്കും മയ്യഴിപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള ഈ കടത്തനാട് എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഭൂമിശാസ്ത്രപരമായ ആ പ്രദേശത്തിന്റെ, നമ്മുടെ കതിരൂർ, അതിൻ്റെ അപ്പുറത്തേക്ക് തില്ലങ്കേരി, കൊട്ടിയൂർ ഒക്കെ ഉൾപ്പെടുന്ന ഈ പ്രദേശം, തമ്പുരാക്കന്മാരുടെ ഭരണം വരുന്നതിന് മുമ്പ് പെരുമാൾക്കന്മാരുടെ ഭരണം നിന്നിരുന്ന സ്ഥലം. ഈ കട്ടൻ എന്ന് പറയുന്ന രാജവംശത്തിന്റെ, ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് എന്താണോ തിരുവിതാംകൂർ രാജവംശവുമായിട്ടുള്ള ബന്ധം, അത്രയും ബന്ധം അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ബന്ധമുള്ള സ്ഥലമായിരുന്നു കൊട്ടിയൂർ ക്ഷേത്രം. ഈ കട്ടൻ രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു. ഇരിട്ടി, ഈ പ്രദേശമൊക്കെ ഈ പുരളിമല, പഴശ്ശിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പുരളിമലയുടെ ചരിത്രമുണ്ട്. അപ്പൊ ഈ കട്ടൻ രാജവംശത്തിന്റെ രാജാവിൻ്റെ അരിയിട്ടുവാഴ്ച നടത്തുന്ന സ്ഥലമാണ് കൊട്ടിയൂർ. ഇന്ന് ഇത് എഴുതിയ ചരിത്രത്തിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ വലിയ പ്രയാസമാണ്. തമസ്കരിക്കപ്പെട്ട ചരിത്രം. 8 ഇല്ലങ്ങൾ എന്ന് പറഞ്ഞ ഇല്ലം വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ട്, ഈ ചാതുർവർണ്ണ്യം, ഈ ജാതി ഇപ്പോഴത്തെ വ്യവസ്ഥ വരുന്നതിന് മുമ്പ് അതിമനോഹരമായ ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. ഈ 8 ഇല്ലം വ്യവസ്ഥ എന്നാണ് പറയുന്നത്. എന്താണത് 8 ഇല്ലം? അതായത് പല പല ജാതികളെ ഇങ്ങനെ വിഭജിച്ചുകൊണ്ടുള്ള, ഇപ്പൊ ചേകവന്മാരുടെ ഇല്ലം, തീയന്മാരുടെ, ചേകവന്മാരുടെ അല്ല, ഈ തീയ സമുദായം എന്നൊക്കെ പറയുന്നത് ശരിക്കും അവരൊക്കെ എത്ര വലിയ ചരിത്രവും പാരമ്പര്യവും ഉള്ളവരാണെന്നറിയോ തീയന്മാർ? എനിക്ക് തോന്നുന്നില്ല, ഇതെന്റെ മാത്രം അഭിപ്രായമാണ്. നമ്മുടെ ദക്ഷിണ കേരളത്തിലെ ഈഴവരും അവിടുത്തെ തീയന്മാരും ഒന്നാണോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു ചരിത്ര വസ്തുതയാണ്. ഒന്നല്ല എന്നുള്ള വാദം പലരും ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ കൊട്ടിയൂർ ഇപ്പോഴും ഒരു ചടങ്ങുണ്ട്, കട്ടൻ മുത്തപ്പൻ തെയ്യം. ഈ കൊട്ടിയൂരെ നിഗൂഢമായ ചടങ്ങുകളിൽ ഒന്നാണ് ഈ കട്ടൻ മുത്തപ്പൻ തെയ്യം. ഇത് കണ്ടിട്ടുള്ളതോ അറിഞ്ഞിട്ടുള്ളതോ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. മലബാറിലുള്ളവർക്ക് അല്ലെങ്കിൽ ഇതിനെ ശ്രദ്ധിക്കുന്നവർക്ക് അറിയാം. ഈ കട്ടൻ മുത്തപ്പൻ വന്നിട്ട് അവിടേക്ക് പോർവിളിയോടുകൂടി വന്ന് അവിടെ ഒരു കയ്യാല ആക്രമിച്ച് ആ കയ്യാലപ്പുറത്തും പരിസരത്തും ഇരിക്കുന്ന എല്ലാ സാധനവും എടുത്തുകൊണ്ട് തിരിച്ചു പോകും. ഈ മുത്തപ്പനെ അകമ്പടി സേവിക്കാൻ വരുന്നത് ആദിവാസികളാണ്. ഇവിടെ ഈ കട്ടൻ രാജവംശത്തിന്റെ പ്രൗഢി, അവരുടെ പ്രതാപം നിലനിന്നിരുന്ന കാലത്താണ് ഈ പയറ്റുമുറകൾ ആദ്യമായിട്ട് രൂപപ്പെട്ടത്. ഇത് രൂപപ്പെടുത്തി കൊണ്ടുവന്നത് ഈ രാജവംശത്തിലെ പെരുമാളിനെ അഭിഷിക്തനാക്കാൻ അവകാശമുള്ള ഗുരുക്കൾമാരാണ്. ഇപ്പൊ നിങ്ങൾ എന്നെ ഗുരുക്കളെ എന്ന് വിളിച്ചില്ലേ, ഇത് ഇന്ന് നാട്ടുനടപ്പനുസരിച്ചാണ് വിളിക്കുന്നത്. എന്നെ ഗുരുക്കളെ എന്ന് വിളിക്കേണ്ട യഥാർത്ഥത്തിൽ ആവശ്യമില്ല. ഗുരുക്കളെ എന്ന് വിളിക്കാൻ അർഹതയുള്ളത് ഒറ്റ വംശത്തിന്, ഗണകർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. കട്ടനായ്ക്കർ, ഗണകർ വയനാട്ടിലൊക്കെ ഉള്ള അല്ല, ഇത് തമിഴ്നാട്ടിൽ നിന്നും, അതായത് ചോളന്മാര് വള്ളുവനാടിനെ ഭരിച്ചിരുന്നു. പാലക്കാട് ഗ്യാപ്പ് ചുരം കടന്ന്
ചോളന്മാരൊക്കെ ഇവിടെ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഈ തമിഴ്നാട്ടിലെ അഭ്യാസമുറകളുമായിട്ട് ആ ശൈലികളുമായിട്ട് വന്നവരാണ് ഈ ഗണകന്മാർ. ഈ തച്ചോളിയോധനന്റെ കഥയിൽ ഈ തച്ചോളിയോധനനൊന്നും ശരിയായിട്ടുള്ള കളരിപ്പയറ്റിന്റെ ഉയർത്തിപ്പിടിക്കേണ്ട ഈ വിദ്യയൊക്കെ നശിപ്പിച്ച ഒരു വിദ്വാനാണ് ഈ തച്ചോളിയോധനൻ. കോൺട്രവേഴ്സിയാണ്. വീണ്ടും എടുത്തതാണല്ലോ. എങ്ങനെയാണെന്ന് സ്ഥാപിച്ചിട്ട് ഞാൻ എഴുന്നേക്കും. അപ്പൊ ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഗണക പാരമ്പര്യക്കാർ, ഈ കതിരൂർ ഗുരുക്കൾ, മതിലൂർ ഗുരുക്കൾ എന്ന് പറഞ്ഞിട്ടൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. തമിഴ്നാടാണോ ഈ പയറ്റിന്റെ? അല്ല, അവിടുന്ന് കൊണ്ടുവന്നതാണ്, ഇവിടുന്ന് അതിനെ രൂപപ്പെടുത്തിയെടുത്തത്. അന്ന് ഈ തമിഴ്നാടും കേരളവും ഇല്ല, ഇതെല്ലാം ഒന്ന് തന്നെ. അതെ, പക്ഷെ ഇന്ന് നമ്മൾ പറയുമ്പോൾ തമിഴ്നാടെന്ന് പറയാം. ഈ ഗണകന്മാരാണ്, ഈ മതിലൂർ ഗുരുക്കന്മാർക്ക് മാത്രമാണ് ഇവരെ അഭിഷിക്തരാക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. ആരെ? കട്ടൻ രാജവംശത്തിന്. ഇടയിൽ കാര്യം ചോദിച്ചു, ഈ അരിയിട്ട് വാഴിക്കുക എന്ന് പറഞ്ഞാൽ രാജാവാക്കുക എന്നൊക്കെ ഉള്ളതല്ലേ എൻ്റെ അർത്ഥം? അതെ അതെ, അഭിഷിക്തനാക്കാൻ അവകാശം അവർക്ക് മാത്രമേ ഉള്ളൂ. ഗുരുക്കളെ എന്ന് അവരെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ് തച്ചോളി ഓതേന ഗുരുക്കൾ എന്ന് വിളിക്കാത്തത്? ഉണ്ണിയാർച്ചയെ ഗുരുക്കൾ എന്ന് വിളിക്കത്തില്ലല്ലോ. ഒരു ചേകവരാണോ? അവർ ചേകവന്മാര് മാത്രമാണ്. അതായത് പെയ്ഡ് സോൾജേഴ്സാ. കാശ് കൊടുത്താൽ എന്തും വെട്ടാനും കുത്താനും പോകുന്ന, തീർച്ചയായിട്ടും ഇന്നത്തെ ഗുണ്ടകളാണോ? ഉറപ്പ്. കാരണം ഇത്രയും ഗുരുത്വമില്ലാത്ത ഒരാള് തച്ചോളിയോധനെ പോലെ ഒരുപക്ഷെ മറ്റൊരാള് ഇതിന്റെ ചരിത്രത്തിൽ കാണത്തില്ല. ഈ തച്ചോളിയോധനൻ ഗുണ്ടെന്നാണ് പറയുന്നത്. ഉറപ്പായിട്ടും. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഇന്നും അങ്ങനല്ലേ? ഇന്നത്തെ കാലത്തും പണം കൊടുത്ത്, പോലീസും നിയമവാഴ്ചയും ഉണ്ടായിരിക്കെ പണം കൊടുത്ത് നമുക്ക് വേണ്ടി പൊരുതാൻ പോകുന്ന ആൾക്കാരെ എന്താ നമ്മൾ വിളിക്കുന്നത്? കൊട്ടേഷൻ. അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കുന്നു. ശരിക്കും ഈ ഗുണ്ട എന്നുള്ള വാക്ക് മലയാളമല്ല. മലയാള ഭാഷ നിഘണ്ടുവിൽ ഗുണ്ട എന്നുള്ള വാക്കില്ല. കൊട്ടേഷൻ ഇംഗ്ലീഷാണ്. ഇതിന്റെ പഴയ രൂപം തന്നെയാണിത്. കുറച്ചുകൂടെ രാജകീയമായ ഒരു രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ ഈ കളരിപ്പയറ്റ് ഒക്കെ അവിടെ രൂപപ്പെട്ടത് സാമൂഹിക പശ്ചാത്തലം ആണ് ഞാൻ ആദ്യം വർണ്ണിച്ചത്. അതിൻ്റെ ഒരു അവസാന കാലഘട്ടത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് നശിപ്പിച്ചവരാണ് ഇവരൊക്കെ. നമ്മൾ ഈ വടക്കൻ പാട്ടിലെ കഥകളിൽ ആരെങ്കിലും ഗുരുക്കളെ എന്ന് വിളിക്കൂ? പിന്നെ എന്തിനാണ് ഇന്ന് കളരി പഠിപ്പിക്കുന്നവരെ ഗുരുക്കളെ എന്ന് വിളിക്കുന്നത്? എന്നെ ഗുരുക്കളെ എന്ന് ഞാൻ വിളിച്ചതല്ല. അത് നമ്മുടെ ഒരു പൊതുബോധം അതാണ്. കളരി പഠിപ്പിക്കുന്ന ആളെയാണ് ഗുരുക്കളെ എന്ന് അല്ല. അപ്പൊ ഇത്രയും നേരത്തെ സംസാരത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ. ഞാനത് പൂർത്തിയാക്കിയില്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കൺഫ്യൂഷൻ. ശരി. പൊൻകുന്തം ചാരിയ പ്ലാവിലാരാടാ മരക്കുന്തം ചാരിയത് ഒരഹങ്കാരിയുടെ ധിക്കാരിയുടെ വാക്കുകളായത്. മതിലൂർ ഗുരുക്കള് ഒരു തോക്കുമായിട്ട് വന്ന് ലോകനാർക്കാവിൽ ദർശനം നടത്താൻ വന്ന സമയത്ത് ഇദ്ദേഹം ആക്ഷേപിച്ചതാ. അദ്ദേഹം ഗുരുവാണ്, തച്ചോളിയോധനനെ പഠിപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹം എന്തോ ഒരു പന്തലിന്റെ കാര്യം പറഞ്ഞതിന് തിരിച്ചു പരിഹാസമായിട്ട് പറയുന്നതാണ് ഇദ്ദേഹം. ഈ തർക്കം ഒരു പൊയ്ത്തിലേക്കാണ് എത്തുന്നത്. പൊന്യത്തങ്കം എന്ന് വിളിക്കുന്ന ആ ചടങ്ങിലേക്കാണ് എത്തുന്നത്. എന്താ അവിടെ ഉണ്ടായത്? അന്നത്തെ വെളിച്ചപ്പാട് തുള്ളി വന്നു പറഞ്ഞു, ഇത് ചെയ്യരുത്. ഓതേനൻ കേട്ടില്ല. അമ്മാവൻ പറഞ്ഞു ചെയ്യരുത്. അമ്മാവന്റെ മുമ്പിൽ പോയി മതിലൂർ ഗുരുക്കളെ വധിക്കാനുള്ള വിദ്യ പഠിപ്പിച്ചു തരാൻ സത്യാഗ്രഹമായിരുന്നു, നിരാഹാരമായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് മരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പൂഴിക്കടകൻ എന്ന് പറഞ്ഞ രഹസ്യവിദ്യ പഠിച്ചിട്ട് ഇദ്ദേഹം ഗുരുവിനെ വെല്ലുവിളിക്കുക. എവിടെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? ഭാരതത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഒരിടത്തും ഗുരുക്കന്മാരെ വെല്ലുവിളിക്കുകയോ വധിക്കാൻ ശങ്കരാചാര്യർ ഭാരതം മുഴുവൻ യാത്ര നടത്തി. ബുദ്ധൻ എല്ലായിടത്തും നടന്നു. ഇവരെ ആരും ഇതേ രീതിയിൽ വധിക്കാൻ ശ്രമിച്ചിട്ടില്ല. യേശുക്രിസ്തു ഭാരതത്തിലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്പോ ശങ്കരാചാര്യരെ പോലെ ഒരു നിത്യസ്മരണയായിട്ട് ഇവിടെ നിന്നതിന് അദ്ദേഹത്തിനെ കുരിശിൽ തറക്കില്ലായിരുന്നു. ഇത് ഭാരതത്തിന്റെ പ്രത്യേകതയാണ്. ആ ഭാരതത്തിന്റെ പാരമ്പര്യത്തിൽ വരുന്ന ആളാണ് വെല്ലുവിളിക്കുന്നത്. ഗുരുവിനെ വെല്ലുവിളിച്ച് ദുർനിമിത്തങ്ങൾ നിരവധി ഉണ്ടായി. അതാണ് ഈ പൊന്യത്തങ്കം അംഗം. അതാണ് പൊന്യത്തങ്കം എന്ന് പറഞ്ഞ് ഇന്ന് ഇത് കൊണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗുരുവിനെ വധിച്ചതാണ്. ശരിക്കും ആ പൊന്യത്തങ്കത്തിൽ ഗുരു കൊല്ലപ്പെട്ടു. ഇത് പല ഇത് MD എടുത്തിട്ട് പിന്നെ വടക്കൻ വീരഗാഥ ഉണ്ടാക്കി അതിന്റെ ത്രെഡ് എടുത്തിട്ട്. അല്ല, അതിൽ ചന്തു ആണല്ലോ. അതെ, അല്ല, ഈ
ഈ കഥയുടെ അംശം എടുത്തിട്ടാണ് മുഴുവൻ കഥകളും ഈ ഉണ്ടാക്കി. ഗുരു അത്ര മോശക്കാരനായിരുന്നിട്ടാണോ വന്നത്? അല്ല, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കുഴപ്പം? അതിന് കാരണക്കാരായിരുന്നത് അന്നത്തെ ബ്രാഹ്മണരാണ്. ഈ കൊട്ടേഷൻ കൊടുത്തത്, ഇതൊരു കൊട്ടേഷൻ നമുക്ക് പറയാമല്ലോ. യഥാർത്ഥത്തിൽ ഓദേനനെ ഇതിന് പ്രേരിപ്പിച്ചത് അന്നത്തെ ചിറക്കൽ രാജവംശമാണ്. കാരണം ചിറക്കൽ രാജവംശത്തിനെ ബ്രാഹ്മണര്, നമ്പൂതിരിമാര് അന്ന് ശരിക്കും പിടിച്ചെടുത്തിരുന്നു. അല്ല, ചിറക്കൽ രാജവംശം ശരിക്കും മുസ്ലിം അല്ലേ? അല്ലല്ല, അത് അറക്കലാണ്. ഈ ചിറക്കൽ രാജവംശത്തിലേക്ക് ഇവരുടെ ബ്ലഡ് ലൈനുകൾ എത്തി, ഇവരുടെ കുട്ടികളൊക്കെ അവിടെ ജനിക്കാൻ തുടങ്ങി. ആ വംശത്തിനെ ഉപയോഗിച്ചാണ് അവർ കേരളത്തിൽ തിരുവിതാംകൂർ ഉൾപ്പെടെ, ഇപ്പോൾ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനായിട്ടുള്ള അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കുടുംബ പേര് തിരക്കിയാൽ അവിടെ ചെല്ലും, ചിറക്കലേക്ക് എത്തും. ആ അന്ന് കിട്ടിയ കൊട്ടേഷനാണ് കാര്യം. ഈ കട്ടൻ രാജവംശം, കടത്തനാടിന്റെ യഥാർത്ഥ അവകാശിയായിട്ടുള്ള ആ രാജവംശം വീണ്ടും വരരുത്. കൊട്ടിയൂരിന്റെ പാരമ്പര്യത്തിനകത്ത് ഇവർ കടന്നു കയറിയ നിരവധി കഥകളുണ്ട്. കൊട്ടിയൂരിന്റെ അതായത് ഇന്നും നിലനിൽക്കുന്ന, അതായത് അറക്കൽ രാജവംശം, അറക്കലല്ല ചിറക്കൽ രാജവംശം ഉദയനനെ ഉപയോഗിച്ച് കട്ടൻ രാജവംശത്തിന് കൊട്ടിയൂരിലും നാട്ടിലും ഉണ്ടായിരുന്ന പ്രൗഢിയും പിടിപാടും ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു കഥയാണ് അങ്ങ് പറയുന്നത്. രാജഗുരുവായിട്ടുള്ള മതിലൂർ ഗുരുക്കളെ യഥാർത്ഥത്തിൽ ഇതിന്റെ പുറകിൽ പൊളിറ്റിക്സ് ആണ്. എന്നാൽ ഈ ഓദേന, കാരണം മതിലൂർ ഗുരുക്കള് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തിരുന്നത് കട്ടൻ രാജവംശത്തിന്റെ ഈ അന്ന് വന്ന ബ്രാഹ്മണാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം. ഇത് ശരിക്കും ഈ മഹാഭാരതത്തിൽ ഭീഷ്മരെ കൊന്ന പോലെയാണല്ലോ തോന്നുന്നത്. അങ്ങനെ ഒരു ഗുരുക്കളാണ്. ഭീഷ്മരെ കൊന്നത് അതൊരു സാഹചര്യ തെളിവ് അല്ലെങ്കിൽ വേറൊരു തലമാണല്ലോ. ഇതങ്ങനല്ല, ഇത് ശരിക്കും കൊട്ടേഷൻ തന്നെയാണല്ലേ. ഇത് അതുകൊണ്ടാണ് അവിടെ ദുർനിമിത്തങ്ങൾ നിരവധി ഉണ്ടായെന്ന് പറയുന്നു. അല്ലെ സതീഷ്, അദ്ദേഹം പറയുന്നത് കോൺട്രവേഴ്സിയാണ് ഈ ഓദേനൻ. പക്ഷെ ഇത് എന്തുകൊണ്ട് നമ്മുടെ ചരിത്രങ്ങളിലോ ഒന്നും ഉണ്ട്? എവിടുന്നാണ് ഇത് കിട്ടിയത്? ഇത് എഴുതിയ പുസ്തകത്തില് ഒരു യോഗിയായിട്ടുള്ള ശ്രീരാമചന്ദ്ര പരമഹംസൻ എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്. അദ്ദേഹം ബാംഗ്ലൂർ ബേസ് ഉള്ള ശ്രീരാമചന്ദ്ര മിഷൻ, അദ്ദേഹത്തിന്റെ മർമ്മശാസ്ത്രത്തിനെ കുറിച്ചിട്ടുള്ള പുസ്തകത്തിലാണ് ഇതുള്ളത്. മർമ്മശാസ്ത്ര വിശാരദം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ കഥ ഇതിനെക്കാട്ടിലും, ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓദേനനെ കുറിച്ച് പിന്നെ ഇപ്പോൾ ഉള്ള കാഴ്ചപ്പാടലുണ്ടാകും. അല്ല, അതൊന്ന് പൂർണ്ണമാക്കാൻ നല്ലതെന്ന് തോന്നുന്നു. കാരണം ഈ ഗുരുക്കൾ എന്ത് പ്രശ്നം അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്തിട്ടാണ് ഗുരുക്കളെ കൊന്നാൽ മാത്രമേ ഇത് വരുള്ളൂ. ഈ ആ നിലവിലുണ്ടായിരുന്ന, ഇപ്പോ നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ പഴയ രാഷ്ട്രീയ പാർട്ടിയെ ഇവിടുന്ന് തുടച്ചു നീക്കണം എന്ന് അവർക്കൊരു ചിന്ത ഉണ്ടാകും. ഇപ്പോ ചിലതിനെ മുക്തമാക്കിക്കൊണ്ട് പുതിയ ഇന്ത്യ സൃഷ്ടിക്കാമെന്ന് കരുതുന്നവരുണ്ടാകും. അങ്ങനെ ഒരിക്കലും ഒന്നിനെയും പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ സാധിക്കത്തില്ല. ആ രാജവംശത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എൻ്റെ നാക്ക് ചലിക്കുന്നത്, നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ഒന്നിനെയും തുടച്ചു നീക്കാൻ നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ രാജവംശത്തിനെ, ആ പദ്ധതി, അതായത് ഒരു പുതിയ ജാതി വ്യവസ്ഥ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഈ എട്ടില്ലം എന്ന് പറയുന്ന ഇതൊരു തീയ രാജവംശമായിരുന്നു. ഈ കട്ടൻ ഈ തീയൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? ശൈവരാണ് അവര്. തീയെ ആരാധിക്കുന്ന. കൊട്ടിയൂരെ കൊട്ടിയാരാ? കൊട്ട് ശിവനാണ്. ഈ വാക്കുകളെയൊക്കെ പലപ്പോഴും തെറ്റായിട്ട്, കുറഞ്ഞ വാക്കുകളായിട്ട് പലരും അറിയാതെ ഉപയോഗിച്ചു പോകുന്നുണ്ട്. വളരെ മൂല്യമുള്ള വാക്കുകളാണ് ഇതെല്ലാം. ഈ വ്യവസ്ഥയെ, ഈ ജാതി വ്യവസ്ഥയെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കണ്ണിയിൽ അവസാനത്തെ ആളായിട്ടുള്ള മതിലൂർ ഗുരുക്കളെ ഇല്ലാതാക്കിയത്. അല്ലാതെ ഇത് വെറുതെ ഒരു വാശിക്ക് കയറി വെട്ടിക്കൊന്നതല്ല. ഒരു മുസ്ലിം സിദ്ധന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ ഓദേനൻ പോകുന്നുണ്ട്. എന്താ അവർ പറയുന്നത് അറിയോ? ഇവരുടെ മന്ത്രപ്രയോഗങ്ങൾ ഏൽക്കാതിരിക്കാൻ പ്രശസ്തനായ അന്നത്തെ ഒരു മുസ്ലിം സിദ്ധന്റെ ഉറുക്ക് വാങ്ങിച്ച് ഓദേനൻ ധരിക്കുന്നുണ്ട്. കാരണം അന്നത്തെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ഈ മതിലൂർ ഗുരുക്കളുടെ ഒപ്പമായിരുന്നു. 10,000 വെടിയാണ് പൊട്ടിച്ചത്. മതിലൂർ ഗുരുക്കള് വന്ന സമയത്ത് 10,000 വെടി തോക്കുകളിൽ നിന്ന് വെടിവെച്ചു എന്നാണ്. അന്ന് ഈ മതിലൂർ ഗുരുക്കളുടെ ഒപ്പം സുശക്തമായ ഒരു സേനയെ അദ്ദേഹം വളർത്തിയിരുന്നു. ആകാശത്തേക്ക് വെടിവെച്ചു. അപ്പം അന്ന്
ഈ ബ്രാഹ്മണരുടെ ജാതി വ്യവസ്ഥക്കെതിരെ ഒരു രൂപപ്പെട്ടു വന്ന ഒരു 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 രണ്ടാം ഉണർവിനെയാണ്, ഒരു നവോത്ഥാനത്തിൽ വൈഷ്ണവ ശൈവ യുദ്ധത്തിന്റെ ഭാഗമായിരുന്നു. ഭാഗമായിരുന്നത്.